രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് എൻ്റെ വീട്ടിലോട്ട് പോവാണേ. അന്നേരം ചേച്ചിയും കുഞ്ഞിപ്പെണ്ണും അമ്മയും ഞാനും കൂടാണേ പോകുന്നത്. നമ്മുടെ വീട്ടിൽ കുറേ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോവാണേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നടന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തോട്ട് വണ്ടിയുടെ താക്കോൽ മേടിക്കാൻ വരുവാണേ. അങ്ങനെ വണ്ടിയുടെ താക്കോലൊക്കെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൊടുത്ത് ചേച്ചി ആദ്യമേ അമ്മയെ കൊണ്ട് വിട്ടിട്ട് വന്നാൽ എന്നെയും കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് പോയത്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അത് കഴിഞ്ഞപ്പോൾ അമ്മയും ചേച്ചിയും കൂടെ പോയി അമ്മയെ കൊണ്ട് വിട്ടിട്ട് വന്ന് അപ്പോഴത്തേനും ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഒരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് അവർ പോകുന്നത് നോക്കി നിൽക്കുവാണേ. കുഞ്ഞിപ്പെണ്ണ് കരുതി എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നതെന്ന്. അന്നേരം നാട്ടിൽ അമ്മൂമ്മയും അമ്മയും കൂടെ അങ്ങ് പോയി. കുഞ്ഞിപ്പെണ്ണ് അന്നേരം വിഷമിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി തിരിച്ചു വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കയറി വണ്ടിയിൽ കയറിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കിന് നമ്മുടെ വിറകെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയി വണ്ടിക്കകത്തെല്ലാം വെച്ച് കയറ്റി വിട്ടുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അങ്ങനെ അവിടെ വന്നിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. നമ്മുടെ വീട്ടിൽ അമ്മയും ചേട്ടനും ഒന്നുമില്ല. അപ്പം ഇതാണ് എൻ്റെ അമ്മൂമ്മയും അച്ഛനും. പിന്നെ ഈ കാണുന്ന കുപ്പിയൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഓരോ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്തതാണ്. ഈ നേരത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം താഴെ വീണ് പൊട്ടിപ്പോയി. പിന്നെ അവിടെ ഇരുന്ന് ഒരു പാവക്കുട്ടിയൊക്കെ കുഞ്ഞിപ്പെണ്ണിന് വേണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കുഞ്ഞിലത്തെ ഒരു ആന ഉണ്ടായിരുന്നു, അതും കുഞ്ഞിപ്പെണ്ണിന് എടുത്ത് കൊടുത്ത്. കുഞ്ഞിപ്പെണ്ണിന് ആനയെ അങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഈ ആനയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ചുനക്കരയിലോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടത്തി അമ്മയെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് ഞങ്ങളവിടെ എല്ലാം നടന്ന് അവിടെ ചെറിയൊരു മുല്ല നിൽപ്പുണ്ടായിരുന്നു. അതിലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ അവിടെ കാന്താരി നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ കാന്താരി മുളകും ഒക്കെ പറിച്ചിട്ട് നമ്മൾ നേരെ ചുനക്കരയ്ക്ക് വന്ന് വിറകൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വേണ്ട അതേ കയറി പിടിക്കണം. അപ്പോൾ വിറകെല്ലാം കൂടെ പിടിച്ച് ചിലപ്പോൾ ദേഹത്ത് വീണാലോ എന്ന് കരുതി നമ്മളത് പിടിച്ച് മാറ്റി നിർത്തിയപ്പോൾ വേണ്ട വണ്ടിയെ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ഒരു വിധത്തിൽ മാറ്റി പിടിച്ച് പെരയ്ക്കകത്തുകൊണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ പപ്പി ദേ താഴെ കിടക്കുന്നു. അപ്പോൾ അതിനെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് അതിനെ എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ ഉറക്കുവാണ് കുഞ്ഞിപ്പെണ്ണ് അതിനെ താരാട്ട് പാടുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ അമ്മ അവിയലിലുള്ളതെല്ലാം കഷ്ണമെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അടുപ്പയിൽ കയറ്റിയായിരുന്നു. അപ്പോഴത്തേന് രാഹുലണ്ണൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അതെല്ലാം അമ്മയ്ക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മീനും ബീഫും മേടിക്കാൻ പോകണമായിരുന്നു. ഞാനും ചേച്ചിയും കൂടെ പോയത്. ബീഫും വാങ്ങിച്ചു, മീനും മേടിച്ചിട്ട് ഞങ്ങൾ വന്ന വഴി ചെടിക്കടയിലൊന്ന് കയറിയായിരുന്നു. നമ്മുടെ വീടിന് അപ്പുറത്തെ കുമാരി അമ്മയ്ക്ക് റോസ വേണമായിരുന്നു. അപ്പം പോകുമ്പോഴെല്ലാം മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള സൈസ് തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ചും റോസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈസ് തന്നെ നമ്മൾ കുമാരി അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പച്ചക്കറി മേടിക്കാനായിട്ട് പോയി. അങ്ങനെ പച്ചക്കറിക്കടയിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ദേ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഉള്ളി പൊളിക്കാനുള്ള പണിയും കൊടുത്ത്. അപ്പം എന്നിട്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറുണ്ണാനുള്ള മീനും എല്ലാം വറുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറുണ്ട്. അപ്പോഴത്തേക്കിന് ഞങ്ങൾ വന്ന സമയം കൊണ്ട് അമ്മ കാന്താരി മുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അച്ചാറിന്. അത് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. എണ്ണയൊക്കെ ചൂടായി. ഇത് ബീഫാണ് ഇട്ടേക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചത് മീനായിരുന്നു. മീനിൻ്റെ ഓർഡറുണ്ട്. ഇതെല്ലാം അച്ചാറെല്ലാം റെഡിയായി കഴിഞ്ഞ് ഉപ്പ് നോക്കാനും കൊള്ളാവോ എന്നറിയാനൊക്കെ ചേട്ടത്തിക്ക് കൊടുത്തതാണ്. പുള്ളിക്കാരി വലിയൊരു പാത്രമൊക്കെ ആയിട്ടാണ് ചെന്ന് നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് 4 മണിയായപ്പോൾ രാഹുലണ്ണൻ ബജ്ജിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തേയിലവെള്ളമൊക്കെ അനത്തി ബജ്ജിയൊക്കെ തിന്ന്. കുഞ്ഞിപ്പെണ്ണ് 2 കയ്യിലും ഓരോന്ന് പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് അത് കഴിക്കത്തില്ല. 2ഓ 3ഓ കടി കടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് അങ്ങ് പോകും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.